അപ്പോൾ ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കേ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ദേവിക ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു സെപ്റ്റംബറിലല്ലേ ഇനി ആദ്യം നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു അല്ലേ? സെപ്റ്റംബർ 5 മെസ്സേജ് അയച്ചായിരുന്നു. എന്നാൽ ജനുവരിയിൽ നാട്ടിൽ വരുന്നുണ്ട്, അപ്പം നമ്മളെ കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇത്രയും നാൾ താമസിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇനി മറന്നു പോയായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നലെ നമ്മളോട് വിളിച്ച് പറഞ്ഞു, ഇവിടെ വന്നിട്ടുണ്ട്, തേക്കടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ വരെ വന്നിട്ടേ വന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പം അടുത്ത ജനുവരിയിലും വരും. അപ്പോൾ വരുമ്പോഴും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. പക്ഷെ അച്ചമ്മച്ചി അന്നേരം ഇവിടെ ഇല്ലായിരുന്നു, അച്ചമ്മച്ചിക്ക് കാണാൻ പറ്റിയില്ല. അച്ചമ്മച്ചി പോയി കഴിഞ്ഞ് നിങ്ങൾ തലേ ദിവസം എന്നെ വിളിച്ചായിരുന്നു, ഞാൻ വരികയല്ലേ അന്ന് രാവിലെ. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അന്നേരം. ഇന്നലെ രാത്രിയല്ലേ ഓർത്തത്. അപ്പൊ മെസ്സേജ് അയച്ചപ്പോഴാണ് അറിഞ്ഞത് വന്നിട്ടുണ്ടെന്ന്. കുഴപ്പമില്ല, ഇനി അടുത്ത വർഷം വരും. അതെ, കുഞ്ഞുവാവയ്ക്ക് ഇപ്പൊ പിന്നെ ഓട്സും പിന്നെ ഏത്തക്കാപ്പൊടിയും കൂടെ കുറുക്കിയത്. അച്ചമ്മച്ചി വന്നപ്പോഴത്തേക്കിനും അച്ചമ്മച്ചിയെ കൊണ്ട് അങ്ങോട്ട് കണ്ടമാനം പണിയെടുപ്പിക്കാൻ തോന്നുന്നു. അതെ, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ട ഉടച്ചെടുക്കണായിരുന്നു. കട്ടയൊക്കെ ഉടഞ്ഞു നല്ലപോലെ. ഞാൻ ഓട്സ് ഇട്ടുണ്ടോ? ഓട്സും കൂടി ഇട്ടാ അവൻ ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ ഇച്ചിരി നെയ്യ് ഒഴിച്ച് ശകലം പിന്നെ പഞ്ചസാരയും കൂടി ഇട്ടതാ. അവന് മധുരം വേണ്ടാത്തതുകൊണ്ട് അവൻ അത് തന്നെ കുറുക്കിയെടുത്തതാ. തന്നെ കുറുക്കിയെടുത്താൽ ശരിയാകുകയില്ല. അല്ലെങ്കിൽ പാലൊഴിക്കണം, പാലൊഴിച്ച് കുറുക്കി തുള്ളി ഉപ്പൊഴിക്കണം. അല്ലെങ്കിൽ പാലൊഴിക്കുമ്പോൾ ഉപ്പൊഴിക്കരുത്, നെയ്യ് ഒഴിച്ച് ഒരു തുള്ളി ഉപ്പ് ഒഴിക്കണം, എങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ പാല് ഒഴിച്ച് ശകലം പഞ്ചസാര ഇടും. ഞാൻ കഴിഞ്ഞ ദിവസം കുറുക്കുണ്ടാക്കിയായിരുന്നു. ഞാൻ അതിനകത്ത് ശർക്കര ഇട്ടാ കുറുക്കിയത്. ശർക്കര ഇട്ടാലും മതി, ശർക്കര ഇടുക ഏറ്റവും നല്ലത്. നല്ലതല്ലായിരുന്നോ? ഇവന്മാർക്ക് വേണ്ട മധുരം ഉള്ളതുകൊണ്ട് ഞാനിപ്പോ പഞ്ചസാര ഇട്ടു. തുള്ളി മധുരം ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലത്. ഒരുപാട് ചേർക്കണ്ട, ഇച്ചിരി മധുരം ഇട്ടാ മതി. കുഞ്ഞിക്ക് നാളെ ടൂറ് പോകാനുള്ള ഉത്സാഹത്തില. അച്ചയ്ക്ക് 1-2 വയസ്സ് വരെ തിന്ന ഏത്തക്കാപ്പൊടി കുറുക്കി ഒരു 4 മാസം 5 മാസം ആയപ്പോ തൊട്ട് കൊടുക്കാൻ തുടങ്ങിയതാ. അയ്യോ, നീ തന്നെ അതോർത്തോണ്ടിരിക്കുക. 6 മാസം ആയപ്പോ കൊച്ച് ഒരു 2 വയസ്സ് വരെ നിന്നിട്ടുണ്ട്. നല്ലപോലെ പാല് ഒഴിച്ച് നെയ്യ് ഒഴിച്ച് നല്ല അന്ന് ശർക്കരയും പഞ്ചാരയും ഒന്നും അല്ലേ ഇടുന്ന, കരിപ്പട്ടിയായി. പാലൊഴിച്ചിട്ട് കരിപ്പട്ടിയും കൂടി ഇടും. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കുറുക്കി ഇച്ചിരി നെയ്യ് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കും. അത് വയറ് നിറയെ തിന്നോളും. രാവിലെ 8 മണിയാകുമ്പോ ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ പൊരിക്കുമായിരുന്നു. 8 മണി ഒരു സമയം ഉണ്ടെങ്കിൽ ആ നേരത്തെ അത് തിന്നിരിക്കും. അങ്ങനെ കൊടുത്താ പഠിപ്പിച്ചത്. അത് കാരണം ചാച്ചനും അമ്മച്ചിക്കും ഒക്കെ സുഖമായി. ഇപ്പം വല്ലതും കൊടുത്ത ആഹാരവും കഴിച്ചോളും, തന്നെ പോയി കുളിച്ചോളും. നടക്കാറൊക്കെ ആയി. ഇനിയിപ്പം വല്ലതും വെച്ച് കൊടുത്താൽ മതി. ഉത്സവം എന്നാ 29-ാം തീയതി കൊടി കയറും. ഞാൻ 27-ാം തീയതി ഒക്കെ ചെന്നേക്കാന്ന് പറഞ്ഞ ഞാൻ ഓരാൻ ഇറങ്ങിയപ്പോ എന്നോട് ചോദിക്കുവാണേ, നീ പോയാ ഇനി ഇവിടെ ആരാ? ഞാൻ ചോദിച്ചു, ഇവിടെ ആരാ? ഇനി അമ്മയും അപ്പനും മക്കളും കൂടെ ജീവിച്ചോളാൻ പറഞ്ഞു ഒരാഴ്ചത്തെ. എങ്ങനെയുണ്ട് നമ്മുടെ കപ്പയും മീനും ഒക്കെ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇന്ന് ദേവി ചേച്ചി അതാ പറഞ്ഞ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും കപ്പയും മീനും ഒക്കെ റെഡിയാക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഒത്തിരി നാളായില്ല വരാൻ, നാട്ടിൽ വരാന്ന് പറയുന്നത്. നമ്മളെ കാണാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നതാണ്. അതെ അതെ. അപ്പം വന്നപ്പോ നാടൻ ഫുഡ് വേണമെന്നല്ലായിരുന്നു പറഞ്ഞത്. അപ്പൊ ഏതായാലും നമ്മുടെ ഫുഡ് ഒക്കെ കുഴപ്പമില്ലല്ലോ. ചക്ക വേവിച്ചത് നമുക്ക് സീസൺ അല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കിനും അത് നമ്മൾ ചക്ക നമുക്ക് ഫ്രീസറിനകത്ത് റെഡിയാക്കി എടുത്ത് ചുളയാക്കി റെഡിയാക്കി ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇന്നിപ്പോ നമ്മളും പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ട് ഈ കപ്പയും ചോറും മീനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മാറ്റം ഇല്ലല്ലേ? നല്ല ഇതായിട്ട് എനിക്ക് ഒത്തിരി ഹാപ്പി ആയി ഞാനിവിടെ വന്നതിൽ. താങ്ക് യു.
ഞങ്ങൾക്ക് ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഗസ്റ്റുകൾ കാണും. വരും. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആര് വന്നാലും എപ്പോഴും ഭയങ്കര വാം വെൽക്കമിങ് ആണ്. അതൊന്നും ഒരു കുഴപ്പമില്ല. ആര് വന്നാലും നമ്മൾ ആരെപ്പം വന്നാലും ഫുഡ് വേണേ ഫുഡ്, താമസം വേണം താമസം. അത് കുത്തേറ്റുകാരും അതുപോലെ തന്നെ. അതെ. ആര് വന്നാലും വഴിയമ്പലം പോലെ അവിടെ എപ്പോഴും ആളാ. അവിടെ എപ്പോഴും ഞങ്ങൾ ആർക്ക് എന്ത് കൊടുക്കണേലും എല്ലാം ഹാപ്പിയോട് കൂടി. ഒരു കുഴപ്പമില്ല. ഏത് സമയത്തും അവിടെ ആൾക്കാരുണ്ട്. അതെ. അടുത്ത പ്രാവശ്യം വരുമ്പോ കൂടുതൽ സമയം നിൽക്കത്തക്ക രീതി. ഒരു ജനുവരി, ഒരാഴ്ച അടുത്ത നമുക്ക് ഇവിടെ ജനുവരിയില്. തങ്ങാവുന്ന പോലെ അന്ന് തന്നെയൊക്കെ നമ്മുടെ ഹോം സ്റ്റേ ഒക്കെ റെഡി ആവും. ആ സമയത്ത് വന്ന് തങ്ങാവുന്ന പോലെ പോലെ. എല്ലാ വർഷവും ജനുവരി ഞാൻ വരുന്നതാണ്. എല്ലാ വർഷവും ജനുവരി വരാം. പിന്നെ അപ്പൊ എല്ലാരും അവിടെയൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ട്. മോളുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് പോയി. അതെല്ലേ. അവധിയില്ലാത്തതുകൊണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം കറക്റ്റ് ആയിട്ട് നേരത്തെ ഒരാഴ്ചത്തേക്ക് പോകണം. അതെ. നേരെ ഇങ്ങോട്ട് വരണം. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫുഡ്, അടിപൊളി ആംബിയൻസ്, എല്ലാം അടിപൊളി. എല്ലാം ഇഷ്ടപ്പെട്ടു. ഒത്തിരി താങ്ക്സ്. അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത പ്രാവശ്യം കാണാം. വരുമ്പോ ജനുവരി വരുമ്പോഴത്തേക്കും. അതെ, കുറച്ച് ദിവസം തങ്ങാനുള്ള പോലെ. കാരണം ഇവിടെ ഇഷ്ടം പോലെ കാണാൻ ഞാൻ ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ പിന്നെ ഏലക്കായും കുരുമുളകും ഒക്കെ കൊണ്ടുപോയിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളിയായിട്ട് ഏലക്കയും കുരുമുളകും വരട്ടി പേരി കുറെ സാധനം കൂടി ഉണ്ടായിരുന്നതൊക്കെ ഞാൻ അടിച്ച് പറിച്ചോണ്ട് പോകുന്നു. ഒത്തിരി താങ്ക്സ്. കുരുമുളക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് വീണ്ടും വന്ന് ഒരാഴ്ച താമസിച്ചിട്ട് പോവാം. അത് തന്നെ. എല്ലാ ഫാമിലി, നിങ്ങളുടെ ഫാമിലികളെ എല്ലാം കാണാത്ത രീതിയിലുള്ള എല്ലാരും അറിയും ഇതിന്റെ അകത്തോടെ. അതെ. ഓക്കെ. പോപ്പി മോന്റെ പേര് ഞാൻ എപ്പോഴും കുഞ്ഞി കുഞ്ഞിക്കണ്ണൻ. എന്റെ ഇത് കുഞ്ഞിക്കണ്ണൻ അപ്പുറത്തല്ല, കുഞ്ഞിക്കണ്ണൻ അവിടെ. പോപ്പി, കുഞ്ഞി, പ്രിയ, എല്ലാവരും ഒത്തിരി താങ്ക്സ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ. ഓ അപ്പൊ കുഞ്ഞ് നാളെയാണോ ടൂർ പോകുന്നേ? നാളെ ഇപ്പൊ 4:20 ആകുമ്പോ സ്കൂളിൽ ചെല്ലണം. എഴുന്നേക്കോ? വെളുപ്പിനെയോ അതോ വൈകുന്നേരം? വെളുപ്പിന്. ഈ വെളുക്കുന്നോ? അതാ നേരത്തെ കിടക്കണമെന്ന് പറഞ്ഞത്. കിടക്കണ്ട, ഞങ്ങൾ ആരും ഉറങ്ങത്തില്ല. അന്നേരം എഴുന്നേക്കാൻ ലേറ്റ് ആവത്തില്ല. അതൊന്നുമില്ല, ഞങ്ങള് കറക്റ്റ് 4-ന് ഏൽപ്പിച്ചോളാം. ഇവിടെ കരുണാപുരത്ത് സ്കൂളിൽ കൊണ്ടുവിട്ടാ പോരെ? 4 മണിട്ടാ മതി. 2 ബസ് സ്ഥലമൊന്നും വിഷയമല്ല, പക്ഷെ ബസ് നല്ലതായിരിക്കും. അതെ, കഴിഞ്ഞ തവണ ഞങ്ങക്ക് സ്ഥലമൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ ബസ് ചെറിയ ബസ്സായിരുന്നു. ലാസ്റ്റ് വന്നപ്പോ ആള് കുറഞ്ഞു പോയി. ഈ തവണ 49 സീറ്റ് അത്യാവശ്യം ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാ. അതാ, അതുകൊണ്ട് ഒരു ഇതുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ട് ഒന്ന് തുള്ളി ചാടി 4 മണിയൊക്കെ ആകുമ്പോ എത്ര ദിവസം തന്നെ? അത് വൺ ഡേ ട്രിപ്പ്. രാത്രി 10 മണിയൊക്കെ കൊച്ചിക്ക് പോവാ. കൊച്ചി കണ്ടവന് അച്ചി വേണ്ട, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാ പഴയ കാലത്തുള്ളവര് പറയുന്നത്. എന്നാന്ന് ഇപ്പൊ ചോദിക്കും. നമ്മളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഇതെന്താന്ന് നമുക്കും അറിയത്തില്ല. ഇത് അച്ചമ്മച്ചിക്ക് വെച്ച മട്ടനാണോ? അച്ചമ്മച്ചിക്ക് വെച്ച മട്ടൻ. അച്ചമ്മച്ചി വന്നപ്പോ സ്പെഷ്യൽ ഉണ്ടാക്കാൻ തന്ന കണ്ട എന്നാന്ന് വറ്റലമുളക്. മുളക് അരച്ചില്ലല്ലോ, നമ്മൾ ഒത്തിരി നാളായി മുളക് അരച്ചിട്ട്. അത് ശരി, അച്ചമ്മച്ചി വന്നപ്പോ മുളകരച്ച് തീറ്റാൻ ഇരിക്കുവായിരുന്നു അല്ലേ? പിന്നെന്തിനാ ഈ മുട്ട എടുത്ത് വെച്ചേക്കുന്നത്? മുട്ട ഇല്ലാത്ത ജീവിതമില്ല. മട്ടനും കൂടെ വേണമെന്നൊന്നുമില്ല. കുഞ്ഞിയുടെ മുട്ടയത്. എന്തിയാ കുഞ്ഞിയുടെ ചോറ്? കുഞ്ഞിയുടെ ചോറ്. കുഞ്ഞി അവിടെ ഭയങ്കര പാക്കിങ് ആ കേട്ടോ. എന്നതാണോ ഒരു ദിവസത്തെ ടൂർ പോകുന്നുള്ള പാക്കിങ് അവിടെ. അതൊക്കെ ഞങ്ങൾ അങ്ങനെയാ. ഞാൻ കപ്പയും കഴിക്കും, എല്ലാം കഴിക്കും. അവിടെ അവന് എന്റെ കുക്കുമ്പറൊന്നും തീർന്നില്ലെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഒക്കെ അവിടെ ഒന്നും വേണ്ട ആർക്കും. ഞാൻ തന്നെ അതിന്ന് കൊടുത്തു. പോപ്പിക്ക് എന്നാ വേണ്ടേ? പോപ്പി കപ്പ വേണോ അതോ കപ്പ വേണ്ടേ? ചോറും വേണ്ട? ഒന്നും വേണ്ടേ? ചോറോ? ഞാൻ ഒരു മുട്ട ഇട്ടുള്ളൂ. നാളെ എനിക്ക് സപ്ലൈകോയിൽ പോണം കേട്ടോ. ഈ 2 ടിന്നും കൂടെ നിറയാനുണ്ട്. നല്ലല്ലേ ഇത്? ഇത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ തപ്പി ഇരിക്കുവായിരുന്നു. അന്നേരം ഓഫർ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ചാടി കയറി എടുത്തത്. നല്ല കേട്ടോ, നല്ല ഗ്ലാസ് അല്ല, പക്ഷെ ഈ അടപ്പ് നല്ലപോലെ മുറുകും. ഇത് വാഷർ ഉള്ളത് കൊണ്ട് കണ്ടാ കുപ്പിയപ്പരണിയാന്ന് തോന്നുന്നു. കുപ്പി പോലെ തന്നെ. പിന്നെയും പൊരിച്ചോന്ന് പറഞ്ഞ പിന്നെയും പൊരിക്കണ്ടേ?
ഒന്ന് പൊരിച്ചപ്പം ഒരാൾ പറഞ്ഞു എനിക്ക് 2 വേണമെന്ന്. കപ്പ ചോറ് എന്നാ കുഞ്ഞി പാത്രം മാങ്ങ എടുത്തുണ്ടോ? ചമ്മന്തി, പാവയ്ക്ക തോരൻ, നല്ല അത് മട്ടൻ ഫ്രൈഡ്, ഇത് വത്തൽമുളക്. അതാ ഏറ്റവും അതാണ് വേണ്ടത്. ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കണം അതിനകത്ത്. എണ്ണ ഉരുകാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക. അതെ, അതുകൊണ്ട് ഇപ്പോൾ ഉരുകി കാണുമായിരിക്കും. പെട്ടെന്ന് ഉറഞ്ഞു പോവുക. ഈ മാങ്ങ ചമ്മന്തി ഈ മുളക് അരച്ചത് മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. നല്ല പുളിയായിരുന്നല്ലേ, കുഞ്ഞൊരു കഷ്ണം ഉള്ളായിരുന്നു മാങ്ങ. സാമാന്യ പുളിയോ? ഭയങ്കര പുളിയാ. പക്ഷെ അച്ചമ്മച്ചി കൂടെ വന്നപ്പോഴത്തേക്കും ഉഷാറായി. തന്നെ ഇരുന്ന് കഴിക്കാൻ വലിയ പാടായി. അപ്പം ഞാനും അമ്മച്ചിക്ക് അവിടെ ചാച്ചനും അമ്മച്ചിയും കൂടെ ഇല്ലേ, പിന്നെന്തോ. ചാച്ചനും അമ്മച്ചിക്കും ചോറെടുത്ത് കൊടുത്തു, അവര് കഴിച്ചു. പിന്നെ അവർക്ക് മരുന്നെടുത്ത് കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞു. അച്ഛൻ ഇരിക്കുമ്പോൾ തൊട്ട് വിളി തീർക്കും. ഭാഗത്തെ ഇവിടെ ഞങ്ങൾ തന്നെ ഉള്ളായിരുന്നു, ഞങ്ങൾക്ക് ആ പറയാം ബുദ്ധിമുട്ടായിരുന്നു. കഴിപ്പം നടക്കില്ല, മൊത്തം പ്രശ്നമായിരുന്നു. മൊത്തം പ്രശ്നം. അതല്ല പറഞ്ഞു. അതല്ലേ മട്ടൻ വെച്ചേക്കുന്നത്. അതെ, അച്ചമ്മച്ചി വെച്ചിട്ടുണ്ട്. എനിക്കും മട്ടനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അമ്മേനെ പോലെ ഇവര് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ യൂണിയനിലും ആളുണ്ട് കേട്ടോ. രാവിലെ പോണ്ടേ? കുഞ്ഞിന്ന് ഉറങ്ങുന്നില്ലെന്നാ പറഞ്ഞ. പിന്നെ ബസ് കൂട്ടിക്കും. നീ ലേറ്റ് ആയാലും അവര് വന്ന് കൂട്ടിക്കൊണ്ടു പോകും. എന്നാ നീ എഴുന്നേറ്റില്ലേലും നിന്നെ ഞങ്ങള് എറണാകുളത്ത് കൊണ്ടാണല്ലോ വിടും. വണ്ടിയെ കയറ്റി വിടും. അങ്ങനെ അല്ലാതെ അവര് പോകുവോ? അടുക്കളയിലെ പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇനി പാത്രം കഴുകണം. അവര് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുക. അവരവിടെ ഭയങ്കര ഫോണൊക്കെ വന്നിട്ട് അതിനകത്ത് ഏതാണ്ടെല്ലാം ഭയങ്കര പരിപാടിയാണ്. സംസാരിച്ചോണ്ടിരിക്കുക ആരോടൊക്കെയോ. രാവിലെ പോണ്ടേ? എനിക്ക് 4:10, 4:20 ഒക്കെ ആവുമ്പോ അവിടെ ചെല്ലണം, സ്കൂളിൽ ചെല്ലണം. അപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങണം. 10 മണിയായോന്നേ ഉള്ളൂ. അപ്പൊ കിടക്കണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.